ഇന്ത്യൻ ചരിത്രം സാറ് ഓക്സ്ഫോർഡിൽ 15 മിനിറ്റ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത് ഞാൻ കേട്ടിരുന്നു. 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിനെ കുറിച്ച് ബ്രിട്ടനിൽ നിന്ന് തന്നെ ശക്തമായും എന്നാൽ ഹാസ്യം ചേർത്ത് അവതരിപ്പിച്ചതിലൂടെ അങ്ങയുടെ നയതന്ത്ര പാഠവും അഗാധ പഠനവും എനിക്ക് മനസ്സിലായി. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ നെല്ലൂർ ബ്രീഡ് പശു വരെ നമുക്ക് അന്യമായി. ഇപ്പോൾ നല്ല മികച്ച ജീവിത സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ നമ്മുടെ യുവതലച്ചോറുകൾ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തായി. അവരുടെ അടുത്ത തലമുറയായ മക്കളെയും ദാനം ചെയ്ത് അവിടുത്തെ പൗരന്മാരാക്കി കൊടുക്കുകയാണ്. അടിമത്തം ശരിക്കും മാറിയോ? എൻ്റെ സംശയമാണ്. എനിക്ക് എൻ്റെ രാജ്യവും എൻ്റെ കേരളവും ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ മികച്ച സാഹചര്യത്തിൽ ഒരു ബിസിനസ്സുകാരിയായി ജീവിക്കാൻ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം തടസ്സമാകുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനായി സാർ എന്താണ് വിഭാവനം ചെയ്യുന്നത്? അതിനായി ഞാൻ എന്ത് സ്കില്ലാണ് നേടേണ്ടത്? നന്ദി, നമസ്കാരം. ഇതാണ് നമ്മുടെ ഭാവി. പോരെ, the Kerala Renaissance is here. Well done.